ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇന്ന് ഭയങ്കര പോസിറ്റീവായി അൾട്രാ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകൾ ചിലപ്പോൾ നാളെ ഭയങ്കര നെഗറ്റീവ് ആവാം. എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ശൂന്യാകാശത്ത് എയറിലോട്ട് പോയി വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു ലൈഫായിരിക്കും. ആർക്കും ഒരു സ്റ്റേബിൾ ഫേസ് സോഷ്യൽ മീഡിയയിൽ കാണില്ല. എത്രത്തോളം ഉയരുന്നോ അത്രയും താഴ്ചയിൽ വീഴാനും നമുക്ക് ചാൻസ് കൂടുതലാണ്. ദിയ കൃഷ്ണ റീസെൻ്റ്ലി അവരുടെ പ്രഗ്നൻസി വ്ളോഗ്, അവരുടെ ആ സ്ഥാപനത്തിൽ നടന്ന മോഷണം, അത് അവർ കയ്യോടെ പൊക്കി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു പാരലായിട്ട് അവർക്ക് ചുറ്റും ഭയങ്കര പോസിറ്റീവായിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അവർ അപ്ലോഡ് ചെയ്തൊരു വ്ളോഗ് വീഡിയോ ഉണ്ട്, സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് അവർ ഫാമിലി മൊത്തം ഒത്തുകൂടി അതിനകത്തൊരു ചിക്കൻ കറി പിന്നെ കുറച്ച് റൈസും അങ്ങനെ അവർ ഒത്തുകൂടിയ സമയത്ത് ഒരു ഫാമിലിക്കകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യുന്നൊരു വീഡിയോ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തു. സ്ഥിരം പാറ്റേൺ ദിയാകൃഷ്ണനാണ്. ഓസി ടോക്കീസിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അടിയിൽ വന്ന കോമൻറ്റുകളും മക്കളെ, അതായത് ഒരു മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിൻ്റെ സമയത്താണ് കുറച്ചൊരു കോൺവെർസേഷനും ഒരു ആക്ടും നടന്നത്. ഹസ്ബൻഡായ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡായ അശ്വിന് ഒരു ചിക്കൻ ലെഗ് പീസ്, ഒരു ചിക്കൻ പീസ് കൊടുക്കുന്നതും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കോണ്ടൻ്റാണ്. അത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് മാത്രം വന്നു പോയൊരു ഒരു കൈൻഡ് ഓഫ്, അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര വേസ്റ്റ് ആറ്റിറ്റ്യൂഡായിട്ട് തോന്നാം. അവിടെ വീട്ടിലുള്ളവർക്ക് അത് ഭയങ്കര കാഷ്വലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരത്രയും ഭയങ്കര ഈസിയാണ് അവർ തമ്മിലുള്ളൊരു ഫ്രീഡം. അങ്ങനെയാണ് ഒരു വീട്ടിൽ എല്ലാവരും ഒരുപോലെ അങ്ങനെ എന്താ പറയുക സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കും. അവരത് മൈൻഡ് ചെയ്യുന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ബിഗ്ഗർ ഓഡിയൻസ് പല രീതിയിലുള്ള പെർസ്പെക്റ്റീവ്. ഇത് തന്നെയാണ് ഫാമിലി വ്ളോഗേഴ്സ്, ഡേ ടു ഡേ ലൈഫിലെ കോണ്ടന്റുകൾ വ്ളോഗാക്കി ചെയ്യുന്നവർ. ഒരു ഓഡിറ്റോ ഒരു തരത്തിലുള്ള എഡിറ്റ്സോ കാര്യങ്ങളോ വെക്കാതെ ഭയങ്കര റോ ആയിട്ട് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തിടുന്നവർക്കൊക്കെ ചില സമയങ്ങളിൽ സംഭവിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദിയാകൃഷ്ണ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിന്റെ അടിയിൽ, ഈ വ്ളോഗിന്റെ അടിയിൽ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്നെ ഇട്ടൊരു കമന്റ് ആണ്, സച്ച് ഡിസ്കസ്റ്റിംഗ് കോമന്റ്സ്. മൈ മദർ ട്രീറ്റ്സ് ഹിം ലൈക്ക് ഹെർ ഓൺ സൺ and hence takes the freedom to talk to him like she talks to us. My sister Ahana is 2 years older to him, so just because he's my husband, it doesn't mean each time my mother sees him, she should get up and bow down to him and touch his feet for blessing, as his mother doesn't do the same me either. Think before making such cheap statements. I understand most of you all worry for anyone who isn't from my family, but that's just another mode of sadistic behavior. And to all the others who always stays positive with the comments, I look forward to you all in my next vlog. Forever grateful എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റാണ്. അപ്പോൾ ഇതിൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അശ്വിനെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അശ്വിനെ കാണുമ്പോഴത്തേക്ക് പഹാനയേക്കാൾ ഒരു 2 വയസ്സ് കൂടുതലാണ് അശ്വിന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ വീട്ടിലെ മരുമകൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് അമ്മ അങ്ങനെ നീച്ച് നിന്ന് കുമ്പിട്ട് വണങ്ങി അശ്വിനെ എപ്പോഴും സ്വീകരിക്കണം എന്നില്ല. അമ്മ എങ്ങനെയാണോ മക്കളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് അശ്വിനോടും സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ അശ്വിൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെന്ന് വിചാരിച്ച് അതിൻ്റെ വേർതിരിവോ കാര്യങ്ങളോ ഞങ്ങളുടെ വീട്ടിൽ അശ്വിനില്ല. ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതൊരു സാഡിസ്റ്റിക് ബിഹേവിയർ ആണ് കമൻറ്റ് ബോക്സിലെ ആളുകളത്, വ്യൂവേഴ്സിൻ്റെ. നിങ്ങൾ അങ്ങനെ ഒരു വേറെ മൈൻഡിലൂടെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേർതിരിച്ച് കാണാൻ പറ്റുന്നത്. അതാണ് ബേസിക്കലി ഒരു കോമൻറ്റിൻ്റെ ഒരു മലയാളം സംഗതി എന്ന് പറയുന്നത്. മേ ബി എനിക്ക് റോങ് അടിക്കാം, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് കാണാം. അതായത് കമൻറ്റ് ബോക്സ് എത്രത്തോളം പൊട്ടിത്തെറിക്കാൻ മാത്രം അശ്വിനി നീതി വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇത്ര ഒച്ചയും വിളി ഉണ്ടാവാൻ കാരണം എന്താണെന്നല്ലേ. നമുക്ക് ആദ്യം വ്ളോഗിൻ്റെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ നോക്കാം. ഇത് കാലല്ലേ ഇസ്മയിലിന്റെ. ഇതാ ഇവിടെ ഒന്നുണ്ട് അല്ലേ? പക്ഷേ ഈ നിഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. അതാ ഒന്ന്. ഓ
ഈ സൗണ്ട് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യുക, കമന്റിൽ അറിയിക്കുക. ഓക്കെ കരയണ്ട. അശ്വിൻ വേണമെങ്കിൽ ഒരു എൻട്രി ഒന്ന്. എൻട്രി അല്ല, ഇനി എക്സിറ്റ് ആണ്. ഒന്നു ഓ അപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുനിയെ കാണുന്നില്ല, കുനി ഫ്രെയിമിലില്ല. ഓക്കെ, see you all soon on my next vlog. Till then, bye. ബൈ, സേ ബൈ. ഓക്കെ, ഇതാണ് ആ ഒരു മെയിൻ സീൻ. അശ്വിനൊരു ലെഗ് പീസ് കൊടുക്കുക. അവിടെ നമ്മളൊക്കെ വീട്ടിൽ അറിയാലോ, ചിലർക്ക് ലെഗ് പീസ് ആയിരിക്കാം, ചിലർക്ക് ചെസ്റ്റ് പീസ് ആയിരിക്കും. ഞാനൊക്കെ ചെസ്റ്റ് പീസിൻ്റെ ആളാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെന്താ അച്ഛനോ അമ്മയോ നമ്മളെ കൂട്ടക്കാരോ കുടുംബക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു ലെഗ് പീസ് തരും, ചെസ്റ്റ് പീസ് തരും. നമ്മളെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും നമ്മുടെ ബ്രദേഴ്സിൻ്റെയും ഒക്കെ ഇടയിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയും ഒരു ലെഗ് പീസ് കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ അവിടെ ചിക്കൻ ഉണ്ടാക്കി, അതിൽ 3-4 ലെഗ് പീസ് ഉണ്ട്. അപ്പോൾ അശ്വിൻ എന്താണെങ്കിൽ ഒരു ലെഗ് പീസ് കൊടുത്തു. അപ്പോൾ അശ്വിൻ ഒരു വലിയ പീസ് തരുമെന്നേ ചോദിച്ചിട്ടുള്ളൂ അശ്വിൻ. അപ്പോൾ നീ പറയുന്നത് ലേഡീസ് വേണ്ടിയിട്ടാണ്, ലേഡീസിന് ഇമ്പോർട്ടൻസ്. അതൊക്കെ ചുമ്മാ തമാശയ്ക്ക് അവരെ വീട്ടിൽ പറയുന്ന ഐറ്റം മാത്രമാണ്, മനസ്സിലായോ? പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂഡാണ്. ഒരു അയ്യോ പാവം മനുഷ്യൻ, അയാളുടെ ഒരു വൈബിലൂടെ അങ്ങനെ പോകുന്നു. അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഒന്നിനും വരില്ല. ഓക്കെ, ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡാണ്, മറ്റേ KKയുടെ മരുമകനാണ്. അങ്ങനത്തെ സീനൊന്നും അശ്വിന് ഞാൻ കണ്ടിട്ടില്ല. അശ്വിൻ എപ്പോഴും ഒരു ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര സപ്പോർട്ടാണ് ദിയാകൃഷ്ണയ്ക്ക് അശ്വിൻ എന്ന് പറയുന്നത്. ആ എൻറ്റയർ ഫാമിലിയോട് തന്നെ അശ്വിൻ വെക്കുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ വൈബാണ് അശ്വിൻ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അശ്വിൻ്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു മാനറിസം ആളുകൾ തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഒരു ലെഗ് പീസ് കൊടുക്കുന്നു, ആ ലെഗ് പീസ് ചെറുതാന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇതേപോലെ ഗേൾസിനാണ് വലിയ ലെഗ് പീസ് എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ ഒരുമാതിരി സ്വന്തം വീട്ടിൽ മരുമകനെ അല്ലെങ്കിൽ മകളുടെ ഭർത്താവിനെ വിളിച്ചു കൊടുന്ന് ഇവർ ഇതാണോ കാണിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു ലൈനാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പൊട്ടി ഒലിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വ്ളോഗ് അശ്വിൻ വേണമെങ്കിൽ നിന്നും കഴിയാൻ പോവല്ലേ, അത് ആ ഒരു മൂഡ്. അതായത് അശ്വിനെ അവർ ഒരു ഭാഗമാണ്, എന്തായാലും വേണമെങ്കിൽ വാ, ഈ ഒരു സ്കീമിലേക്ക് അശ്വിനെ എല്ലാവരും കൂടി തള്ളി മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു പേടിയാണ് കമൻറ്റ്. പേടിയല്ല, ഒരു ബോധറാവുമല്ലോ നമ്മൾ കമൻറ്റ് ബോക്സിനകത്ത്. അപ്പോൾ അശ്വിൻ ഫാൻസ് ഒരുപാട് കാണും ഇവരുടെ വ്ളോഗിനകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അശ്വിൻ ഫാൻസിനും അല്ലെങ്കിൽ ദിയാകൃഷ്ണയുടെ തന്നെ ദേഷ്യമുള്ളവരും കാണും. അവർക്കും ചിലപ്പോൾ തോന്നും ഓഹോ ഇവരെല്ലാവരും കൂടി അശ്വിൻ മരുമകൻ അടിച്ച് സൈഡാക്കി എല്ലാവരും കൂടി എന്നുള്ള രീതിക്ക് തോന്നിയിട്ടാണോ, അതോ ഇനി ദിയാകൃഷ്ണനെ ഈ പേരിൽ 2 കുത്താന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നവരാണോ എന്നറിയില്ല. എന്തായാലും കമൻറ്റ് ബോക്സിനകത്ത് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ദിയാകൃഷ്ണൻ ഇങ്ങനത്തെ ഒരു കോമൻറ്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാണ്ടായ റീസണും. ഇനി ഇതല്ലാതെ അമ്മ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിനടിയിൽ വന്ന കുറച്ചധികം കോമൻറ്റുകൾ ഞാൻ വായിച്ചു തരാം. നമ്മുടെ ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോവുകയോ അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയോ ചെയ്യരുത്. അത് സ്വന്തം വീട്ടിലായാലും പണം, സൗന്ദര്യം, ഫെയിം എന്തിൻ്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണെന്ന രീതിയിൽ ആരെയും കാണരുത്. ചെറുതായാലും അവനവൻ്റെ വീട്ടിൽ താമസിക്കുക, അത് ഏത് ഫാമിലി ആയാലും. നെഗറ്റീവായി പറയുകയല്ല, ബട്ട് ഒരു ഡീസൻറ്റ് ബിഹേവിയർ പോലെ തോന്നിയില്ല. സ്വന്തം മക്കളെ പോലെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഹൻസു ആണ് കൊടുക്കാനും ഇവന് വേണ്ടെന്നും പറയില്ലല്ലോ. ഇത് അമ്മ പറഞ്ഞൊരു പോർഷൻ, ഞാനത് വെക്കാം. 2 പേർക്കും കൊടുക്കാനല്ലേ പറയണ്ടേ, സംസാരം അല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ, സ്നേഹം വീഡിയോയിലും കാണണ്ടേ. അശ്വിൻ്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. അത് ജ്വല്ലറി എടുക്കാൻ വന്നിട്ട് നല്ല അപമാനിച്ചു അതിനെ. അതായത് ഇതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇവരുടെ ഹാർഡ് കോർ ഡെയിലി ഓഡിയൻസ് ആണ് പലരും ഇങ്ങനത്തെ കമൻ്റ് ഇടുന്നത്. അശ്വിന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, അശ്വിൻ്റെ അമ്മയ്ക്ക് റെസ്പെക്റ്റ് കൊടുത്തില്ല, വലുതിലേ എന്ന് 2-3 ആവർത്തി അശ്വിൻ ദിയയോട് ചോദിക്കുന്നുണ്ട്. ദിയ മൈൻഡ് ചെയ്യില്ല. അത് മാത്രം എന്തോ പോലെ തോന്നി. നെഗറ്റീവ് കമൻ്റ് അല്ല, തോന്നിയത് പറഞ്ഞു. ദിയയുടെ വീഡിയോ വെയിറ്റ് ഇരുന്ന കാണുന്ന ആളാണ്. എല്ലാവരും ഒരുപോലെ പറയണം എങ്കിൽ കാരണം ഉണ്ടാവുമല്ലോ. ഒന്നുകൂടെ ആ സീൻ എടുത്ത് നോക്കുമ്പോൾ ദിയയ്ക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തിനാണ് ഈ അമ്മ പറയുന്ന സീനിനേക്കാൾ മുമ്പ് അശ്വിൻ ഈ പറഞ്ഞ ലെഗ് പീസ് വലുത് തരുമെന്ന് വെച്ചുള്ള സീന് വെക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ അതിന് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ വൈഫ് കുറച്ച് ഡോമിനേറ്റിംഗ് ആവും,
ഹസ്ബൻഡിൻ്റെ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും റിയാക്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ക്യാരക്ടർ കുറച്ച് ഡോമിനേറ്റിംഗ് ആവും, വൈഫിൻ്റെ കുറച്ച് ഇങ്ങനെ ഓക്കെ ആയിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് എക്സ്പ്രസീവ് ആവില്ല. ഈവൻ ഈ വ്ളോഗിനകത്ത് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ഫുഡ് കുറച്ച് മെല്ലെ കഴിക്കല്ലേ, കാരണം ക്യാമറ ഓൺ അല്ലല്ലോ. അപ്പോൾ ഹൻസു ആണ് തോന്നുന്നു ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ വയ്ക്കുന്നുണ്ട്, അതെന്താ ക്യാമറ ഓൺ ആയതുകൊണ്ടാണോ അശ്വിൻ നീ അങ്ങനെ പറയണതെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പം ക്യാമറ ഉള്ളത് ബാക്കി ഫാമിലിക്കൊന്നും ഒരു ലൈക്ക് അവരത് ബോധേഡല്ല, അവർ ഓൾറെഡി പറഞ്ഞ ലൈം ലൈറ്റ്, ക്യാമറ, സോഷ്യൽ മീഡിയ അങ്ങനെ അവർ യൂസ് ടു ആണ്. അശ്വിൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ അശ്വിൻ ഭയങ്കര ബോധേഡായിരിക്കും. അപ്പോൾ അശ്വിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ്, അശ്വിൻ അങ്ങനത്തെ ഒരു പാവത്താൻ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുള്ളൂ റിയൽ ലൈഫിൽ നമ്മൾ ആരും അശ്വിനെ കണ്ടിട്ടില്ല. അപ്പോൾ റിയൽ ലൈഫിൽ അതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പീസ് എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അശ്വിന് അത് കഴിച്ചാൽ മതി, സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ വലുത് കഴിച്ചോട്ടെ എന്നൊക്കെ തമാശയ്ക്ക് വീടിനകത്ത് പറഞ്ഞൊരു ഐറ്റം പോലെ എനിക്ക് തോന്നില്ല. അതുകൊണ്ട് അശ്വിനും ഭയങ്കര ഹേർട്ടായിരുന്നു അല്ലെങ്കിൽ സങ്കടമായിരുന്നു, അല്ലെങ്കിൽ അശ്വിൻ്റെ ബേസിക് മാനറിസംസ് ഇങ്ങനെയാണ്, ഒരു പാവത്താൻ മാനറിസം ആണ് എപ്പോഴും അശ്വിൻ കീപ്പ് ചെയ്യാറ്. ഓക്കെ, ഞാൻ ഇവരുടെ പല വ്ളോഗിലും പല വീഡിയോയിലും ഇനി ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും അശ്വിൻ ഭയങ്കര കൂടി ഹമ്പിളാണ് അശ്വിൻ, മനസ്സിലായോ? അപ്പോൾ ഈ ഹമ്പിളായിട്ടുള്ളൊരു അശ്വിനും ഭയങ്കര എന്താ പറയുക ഹൈപ്പർ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയും ആൻഡ് നമ്മളുടെ ദിയാകൃഷ്ണൻ, ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കര എന്താ പറയുക പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു വൈഫും ഫാമിലിയാണ്. ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ കൂടുതൽ മെജോറിറ്റി വ്യൂവേഴ്സും ഇവൻ നല്ല സമാധാനപ്രിയനുള്ള നല്ല മനുഷ്യനെന്ന് വെച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോകാനുള്ളൊരു വലിവ് ഞാൻ കാണുന്നുണ്ട്. അത് തന്നെയാണ് കമൻറ്റ് ബോക്സിൽ കണ്ടത്. പിന്നെ പറയാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ലൈഫിൽ പല സാഹചര്യങ്ങളാണ്. ചിലർക്ക് ഇപ്പോൾ ഇതേപോലത്തുള്ള ഓരോ എക്സ്പീരിയൻസുകൾ വന്ന് കാണും, ചിലപ്പോൾ ഭാര്യ വീട്ടിൽ നിന്നോ സ്വന്തം വീട്ടിൽ നിന്നോ ഒക്കെ വന്ന് കാണും. അതായത് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെപ്പോലെ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസ് അല്ലെങ്കിൽ കുറച്ച് ഫുഡ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഫുഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് തോന്നുന്ന അവരുടെ വീട്ടുകാരും കൂട്ടക്കാർക്കും വേറൊരു ഫുഡ്, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ചിലപ്പോൾ കാണുമായിരിക്കും ഇവിടെ വ്യൂവർഷിപ്പിനകത്ത്. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. ഇനി ഞങ്ങൾക്ക് അമ്മ പറഞ്ഞ പോർഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. വരൂ, നമുക്ക് ലണ്ടനിലുണ്ടാക്കിയ ചിക്കൻ കറി പറ്റിയാൽ റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. സ്മാർട്ട് ആവല്ലേ? കേട്ടോ, ഞാൻ ലണ്ടനിലെ ഇന്ത്യൻ ചിക്കൻ കറി ഉണ്ടാക്കി, അല്ലാതെ ബ്രിട്ടീഷ് ചിക്കൻ കറി അല്ല. ഈ ഉള്ള ചിക്കൻ നമ്മൾ ഒരു കേരള ഒരു ചിക്കൻ പെരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാശ്മീരി ഞാൻ നെയ്ച്ചോറും ഇഷാനി അച്ഛനൊക്കെ ചപ്പാത്തി ആയിരിക്കും. അപ്പൊ ഇനി കഴിക്കുന്ന സമയത്ത് കാണാം. ചിക്കൻ കറി കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. യെസ്, ലുക്സ് വെരി യമ്മി. ഇത് ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ മാറട്ടെ. കാർട്ടൂൺസ് ഞാൻ കണ്ടു. ഇവിടെ ഉണ്ട്, ഈ ഒരു ഏരിയയിലുണ്ട്. തന്നെ കിട്ടിയ എന്റെ മനസ്സിന് കാൽ കൊടുക്കണേ. ഇഷാനി ബുക്ക് ചെയ്തു, അശ്വിൻ ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞു. ഇൻകേസ് ചോദിച്ചാൽ അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞില്ല. ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ കുട്ടിക്ക് കാല് വേണ്ടാന്ന് പറഞ്ഞാൽ അശ്വിനെ നോക്കുന്നുണ്ട്. അവിടെ ഒരു കോഴിക്കാലിനാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ വിഷയമല്ല, സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടും ഇവർക്ക് ഇത്ര വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ടും പിന്നെ ഇവരുടെ കോണ്ടന്റുകൾ നോക്കിയിട്ട് ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ കുറേ ആളുകളുള്ളത് കൊണ്ടാണ് ഈ വിഷയം പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അശ്വിൻ ലെഗ് പീസ് വേണം, ബാക്കി ഹൻസു അവർക്ക് വേണം, ചെറിയ കുട്ടിക്ക് അഹാനയ്ക്ക് വേണം, ഇഷാനിക്ക് വേണം, ഇവർക്കൊക്കെ കോഴിക്കാല് വേണം. അപ്പോൾ ആ കോഴിക്കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ 4-5 കോഴിക്കാലുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ ലെഗ് പീസിനാണ് ആരാധകർ കൂടുതലുള്ളത്. ഈ ഇളയ കുട്ടി ഹൻസു എന്ന് പറഞ്ഞ കുട്ടി ചിക്കൻ കറിയെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരാളാണ്. പക്ഷേ ദിയാകൃഷ്ണൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അതിന് ഭയങ്കര ടേസ്റ്റും കളറും സ്മെല്ലും ആണ് എന്നുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞപ്പോൾ ഇവരിത് കണ്ടപ്പോൾ ആ കുട്ടിക്കും ചിക്കൻ വേണം, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഒരു കാലം എക്സ്ട്രാ ഇല്ല അവിടെ. എനിക്ക് തോന്നുന്നു 3-4 കാലേ ഉള്ളൂ, ഒരു കാലം എക്സ്ട്രാ ഇല്ല. അപ്പോൾ ഒരു കാലെടുത്ത് ദിയാകൃഷ്ണ അവിടെ അഹാനയ്ക്കോ അല്ലെങ്കിൽ ഇഷാനിക്കോ എടുത്ത് വെച്ചപ്പോഴാണ് അമ്മ പറയുന്നത് എൻ്റെ ഹൻസുവിന് വേണ്ടേ. അപ്പോഴാണ് അവർ ക്യാമറേൻ്റെ ബാക്കിൽ നിന്ന് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. അപ്പോൾ അമ്മ എന്താ വിചാരിച്ചത്, അമ്മയുടെ കുട്ടി ഹൻസു ചെറിയ കുട്ടി, ആ വീട്ടിൽ തന്നെ ഏറ്റവും ഇപ്പം ചെറിയ കുട്ടി ദിയാകൃഷ്ണയുടെ ഇപ്പം ഉണ്ടായ കുട്ടിയാണ്. അതിന് മുമ്പ്
അൻസുവാണ്. അൻസുവിനെ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് ഇവരെപ്പോഴും സംസാരിക്കാറും വർത്താനം പറയാറും നമ്മൾ കണ്ടിട്ടുള്ളത്. തമാശയ്ക്ക് പറഞ്ഞതാണ്, അത് വലിയ കുട്ടികൾ കഴിക്കണ്ട, അത് ചുമ്മാ അശ്വിനോട് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി പറയുന്നതാണ് അശ്വിനോട്. അശ്വിനാണെങ്കിലും അത് മൈൻഡ് ചെയ്യണില്ല. അമ്മമാരല്ലേ പറയില്ലേടേ, ചുമ്മാ പറയാതിരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ അമ്മമാർ, എൻ്റെ വീട്ടിലിൻ്റെ അമ്മ പറയുമായിരുന്നു, എന്താ കാണാ ഇന്നു കഴിക്കട്ടെ, ഇന്നിന് കൊടുക്ക്. അത് വരും. മൂത്ത കുട്ടി അല്ലെങ്കിൽ മൂത്ത ആൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞാൽ മനസ്സിലാവുന്നു. മറ്റൊരു വാശി കൂടിയവരാണ്, വാശിയുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് അമ്മമാരത് പണ്ട് മുതലേ നമ്മളോട് പറയുന്ന ഒരു ഐറ്റമാണ്. മനസ്സിലായി? ചില വീട്ടിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻസ് കാണാൻ പറ്റും. ചില സമയത്ത് നമ്മളെ ലൈഫിൽ തന്നെ അങ്ങനത്തെ ഒരു എക്സ്ട്രീം വേർഷൻ നമുക്ക് തോന്നാനും പറ്റും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. ചില സീനിൽ എൻ്റെ അനിയത്തിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രിഫറൻസിൻ്റെ വീട്ടുകാർ കൊടുക്കുമോ തോന്നി, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ചെയ്യും ചിലപ്പോൾ. ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ സിനാരിയോ എനിക്ക് കണ്ടിട്ട് ആ വീട്ടിൽ ഇവർ മനഃപൂർവ്വം അശ്വിനെ കൊണ്ടുവന്നിട്ടിട്ട് എന്തോ ഒരു ഭീകരമായി പണിയെടുപ്പിക്കുക, തിന്നാൻ കൊടുക്കാതെ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് അവന് വേണ്ട സ്പേസ് കൊടുക്കാതെ ഭാര്യ വീട്ടിൽ ഭർത്താവിനിട്ട് ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ മാനം കെടുത്ത് വിടുക എന്നുള്ളൊരു എലമെൻ്റ് ഒന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബട്ട് കമൻറ്റ് ബോക്സിനകത്ത് വേറെ ലീഗ്, വേറെ പരിപാടി, വേറെ സീനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു കമൻറ്റ് വായിക്കാം. വലുതിലെ എന്ന് അതാണ്, ഹൻസുവിന് ചിക്കൻ കാല് കാണാതെ നടക്കുവാണോ സിന്ധു ചേച്ചി? ടു മീ ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൻ സെർവിങ് മെൻ ഓർ മദർ ഇൻ ലോ സെർവിങ് സൺ ഇൻ ലോ. ഇറ്റ്സ് ഓൺലി അബൌട്ട് ഹൗ യു മേക്ക് അതേഴ്സ് ഫീൽ. ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു. ആ മകൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നിയില്ല, പാവം. ദിയ സിന്ധു ഭയങ്കര ഓവർ പറയാതിരിക്കാൻ വയ്യ. ഇത്രയും കാലം കോഴിയുടെ കാല് തിന്നിട്ടും ആക്രാന്തം ആണല്ലോ ഇപ്പോഴും. നിങ്ങൾ ആരാ ചോദിക്കാനെന്നും പറഞ്ഞു ഓസി ഫാൻസ് വരണ്ട. പബ്ലിക്കായി ഇതൊക്കെ ഇട്ടാൽ അഭിപ്രായം പറഞ്ഞിരിക്കും. ആ പയ്യൻ്റെ ചമ്മലും വിഷമവും മുഖത്തുണ്ട്. അശ്വിൻ ഇപ്പോൾ മനസ്സിലാകില്ല, ബട്ട് നിമിഷ് ആൻഡ് അർജുൻ സൺ ഇൻ ലോ ആയിട്ട് വരുമ്പോൾ അശ്വിൻ മനസ്സിലാകും റിയാലിറ്റി. അതായത് ഇവിടെ പറയുന്നത് എന്താ പറയുക, ഇനിയിപ്പോൾ ബാക്കി അവർക്ക് പെൺകുട്ടികൾ കല്യാണം കഴിക്കാണ്ടല്ലോ, കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള അവരുടെ മരുമക്കളും കൂടി വരുമ്പോഴാവും അശ്വിൻ റിയലൈസ് ചെയ്യുന്നത് അശ്വിന് ഇവരൊരു വില തരുന്നില്ല. അശ്വിൻ അവർ ഞാൻ ഒന്നാമത് പറയാം, ഇവിടെ വിലേൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. മനസ്സിലായോ? അവിടെ അശ്വിൻ്റെ ബേസിക് നേച്ചർ അങ്ങനത്തെ ഒരു ഹമ്പിൾ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത്, ഇങ്ങനെ ഷൈ ആയി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അശ്വിനെ നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്നത്. മറ്റോടത്തെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ്, അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും. അപ്പോൾ അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് തോന്നും, അവർ ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. അത് അശ്വിൻ്റെ ബോഡി ലാംഗ്വേജ്, ഇനി ആരെങ്ങനെ പോയാലും അശ്വിൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ഇരിക്കാനേ വഴിയുള്ളൂ. അതിപ്പോൾ ഒരു കോഴിക്കാല് കിട്ടാത്തതുകൊണ്ട് അശ്വിൻ സങ്കടപ്പെട്ട് കണ്ണീര് ഒലിച്ച് വന്നു എന്നുള്ളത് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി പലരും ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിലുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്കും ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട്, വേർതിരിവ് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഫോർ മീ എനിക്കിതിനകത്ത് അവർ കരുതിക്കൂട്ടി അശ്വിന് ഇട്ട് അടിച്ചുണ്ടാക്കിയ പോലും തോന്നിയില്ല. അശ്വിൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാളെപ്പോഴും ഇങ്ങനെ ഒരു ഹമ്പിളായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് അഗ്രസീവായി തോന്നിപ്പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ അമ്മായിയമ്മ പോലും മരുമകൻ്റെ അടുത്തേക്ക് എന്നുള്ള സ്കീം ഇതിനകത്തൊന്നും ഇല്ലടേ.